എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനെ, നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പം എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവ്, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ചു പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നിന്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. 53:4 അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്ത് വിഷയത്തിനാല് ഈ ക്രിസ്തുവിന്റെ മിശിഹ എന്ന രീതിയിൽ സഹനദാസൻ എന്ന ക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണത്തെ കുറിച്ച് ഐസിയ 700 കൊല്ലം മുമ്പ് നടത്തിയ ഒരു പ്രവചനമാണിത്. അവൻ വഹിച്ചത് കുരിശായി മുറിയുടെ മുറിവായി അവൻ വഹിച്ചത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ വേദനകളാണ്. എന്റെ ദൈവത്തിലെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് എനിക്കാണെങ്കിൽ എൻ്റെ സമയത്ത് ഓർക്കുകയെ ആൾക്കാർ എന്നെ കുറിച്ച് എന്നാ ധരിക്കും, എന്താണ് എപ്പോഴും രോഗശാന്തി എന്നും പറഞ്ഞ ആൾക്കാരെ നിൽക്കുന്നുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും കുറേ പേര് അതിൽ അവരുടെ വിശ്വാസബോധം അനുസരിച്ചും ദൈവത്തിൻ്റെ ഇടപെടലനുസരിച്ചും ഒക്കെ സൗഖ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം പറയുന്നതാണ്. പക്ഷെ എനിക്കാണെങ്കിൽ രോഗം ഒഴുതുങ്ങിയിട്ട് നേരമില്ല, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്ത് വിഷയം എന്ന് പറഞ്ഞത്, അവന്റെ മുറിവിലാണ് നമ്മൾ സൗഖ്യപ്പെട്ടെന്ന് പറയത്തില്ലേ. അപ്പൊ അവന്റെ മുറിവിൽ അതൊരു വചനമാണ്. യെശയ്യാ 53:5 അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ഇത് തന്നെ ഇതില് നമ്മുടെ 1 Pet 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവന്റെ മുറിവിലാണ് സൗഖ്യം. ഇപ്പൊ ഞാൻ ചില സമയത്ത് ഓർക്കും, എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഒരു കാലിലൊരു വ്രണം ഉണ്ടായിട്ട് ഇപ്പൊ 1.5 മാസമാണ്, പൊറുക്കണില്ല. രാത്രി ആകുമ്പോൾ കുളിയൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന്. മരുന്ന് കഴിച്ചിട്ട് അതിനകത്ത് വലിയ ഗുണങ്ങളൊന്നുമില്ല. ആ വേദനയും രോഗവും നീർക്കട്ടലൊക്കെ അങ്ങനെ തുടങ്ങിയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല,
ആൾക്കാർ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എപ്പോഴും പലതരത്തിലുള്ള ശരീരവേദനയും പനിയും ഉറക്കമില്ലായ്മയൊക്കെ വരും. ഇതിൻ്റെ വിഷയം എന്ന് പറയണത്, എൻ്റെ വിഷയം എന്ന് പറയണത് പലപ്പോഴും ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇതിൽ നിന്ന് എടുത്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ പേയ്മെന്റ് നടത്തണം. ക്രിസ്തുവിൻ്റെ എല്ലാ കാര്യം, ക്രിസ്തുവിൻ്റെ നമ്മളെ ആക്ച്വലായിട്ട് നമ്മൾ എന്താ സംഭവിക്കണത്, നമ്മളെ വിശ്വാസത്തിന് മഹാരഹസ്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവൻ്റെ മരണം ഞങ്ങൾ വിശ്വസിക്കും. മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറയണത്. നമ്മൾ കുർബാനയ്ക്ക് എത്രയോ പ്രാവശ്യമാണ് നമ്മൾ മരണം പ്രഖ്യാപിക്കണം. അവരെ അറിഞ്ഞിട്ട് പറയണതാണ്. മരണം പ്രഖ്യാപിക്കണത് എങ്ങനെയാണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അവൻ്റെ മരണം നമ്മുടെ ചരിത്രം പ്രഖ്യാപിക്കണത്. അത് ക്രിസ്ത്യാനി കറക്റ്റായിട്ട് മനസ്സിലാക്കണം ആ വിഷയം. നമ്മൾ മുറിവ് സുഖപ്പെടുത്താനാണ് അവൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല വിഷയം. പിന്നെ ഒരു കുറച്ചുകൂടി മച്ചുവറായി കഴിയുമ്പോൾ, വിശ്വാസം മച്ചുവറായി കഴിയുമ്പോൾ വേറെ ഒരു തിരിച്ചു വരുന്നത് എന്താണ്? അവൻ്റെ മുറിവ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. കാരണം അവൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കണേ. അപ്പൊ ആ പ്രഖ്യാപിക്കുമ്പോ അവൻ ആ മരണം നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുകയും. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലന് ഗ്യാസ്ട്രിക് അൾസർ ആയിരുന്നു, കുടലിലെ പുണ്ണായിരുന്നു എന്നാണ് അദ്ദേഹം ജീവിതന്മാര് പറയണത്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറയണത് എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ ക്രിസ്തുവിന്റെ മരണം സംവഹിക്കുന്നു. അതായ വിഷയം. പീഡാനുഭവ കാലത്ത് കുറച്ച് വിവരമുള്ള ക്രൈസ്തവരാകാൻ നോക്കണം നമ്മളെ. അല്ലാതെ കുരിശിന്റെ വഴി നടത്തി പാട്ടും പാടി ഓരോരോ വിഷയം വരുമ്പോ കന്നേ കാളെന്ന് പറഞ്ഞ് നിരയും വിളിച്ച് മാതാവിനെപ്പറ്റി ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് കർത്താവിന്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിലെ അവന്റെ ജീവൻ എന്നെ പ്രത്യക്ഷമാകാൻ വേണ്ടി അവന്റെ മരണത്തെ ഞങ്ങൾ സംവഹിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അപ്പോസ്തലിക പാരമ്പര്യം എന്ന് പറയണത്. നമ്മൾ അപ്പോസ്തലിക ചർച്ച് എന്ന് സഭ എന്ന് പറയുമ്പോൾ അപ്പോസ്തലിക പാരമ്പര്യത്തിലുള്ള സഭയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവം എനിക്കങ്ങനെ വന്ന് വരുത്തിയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നെനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ, എന്നെനിക്ക് അപകടം സംഭവിച്ചല്ലോ എന്ന് അങ്ങനെയൊന്നും പറഞ്ഞ് ഓരോ ദൈവത്തിനെ പ്രതികൂട്ടിലാക്കാൻ നോക്കരുത് ഒരിക്കലും. വേദപാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചത് മാത്രമല്ല, അത് ടെക്സ്റ്റ് ബുക്കുകളാണ്. ജീവിതമാണ് വേദപാഠ, ജീവിത അനുഭവങ്ങളാണ് വേദപാഠം എന്ന് പറയുന്നത്. അതില് എല്ലാ കാലവും മാതാവിന് എല്ലാ അനുഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ളതാണെങ്കിലും നമുക്കും എല്ലാ അനുഭവങ്ങളും ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ഏറ്റെടുത്ത് പ്രഘോഷിക്കാനും പ്രഖ്യാപിക്കാനും അതുവഴി ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പ്രകടമാകാൻ വേണ്ടി ദൈവത്തിന്റെ 10 ഭാഗമായിട്ട് സ്വീകരിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.